Hello friends, welcome back to Technique Malayalam. In നമ്മൾ unboxing ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് Poco M6 Pro ആണ്. Poco M6 Pro 5G ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. ഏറെക്കുറെ 10 to 15,000 രൂപയുടെ ഇടയിൽ വരുന്ന ഡിവൈസ് ആണ്. ഇതിന്റെ സ്പെക്സ് ഓൾമോസ്റ്റ് സിമിലർ ടു Redmi 12 തന്നെയാണ്. പക്ഷേ കുറച്ച് ചേഞ്ചസ് ഉള്ളത് വെച്ചാൽ ഒന്ന് ഡിസൈനിൽ ചേഞ്ച് ഉണ്ട് കുറച്ച്. അതേപോലെ തന്നെ റാം റോം ഒക്കെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ പോക്കോന്റെ ഒരു ഡിവൈസ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക ചേഞ്ചസ് ഉണ്ടാവും. കാരണം MIUI ഫോർ പോക്കോ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡിസൈനിലും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനൊപ്പം തന്നെ പോക്കോ M6 Pro നമുക്ക് അൺബോക്സ് ചെയ്യാം. പോക്കോ M6 Pro 5G. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ പോക്കോ M6 Pro പോക്കോ യെല്ലോ കളറാണ്. പോക്കോ എന്ന് എഴുതിയതാണ്. 5G ഡിവൈസ് ആണ്. ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 4 നാനോമീറ്റർ എഫിഷ്യൻ ചിപ്പ്, 6.79 ഇഞ്ചസ് ഫുൾ HD 90 Hz കോർണിംഗ് ഗോറില്ല ഗ്ലാസ് ഡിസ്പ്ലേ ആണ്. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, പിന്നെ പ്രീമിയം ഗ്ലാസ് ഡിസൈൻ എല്ലാം തന്നെ ഉണ്ട്. 2.2 UFS 2.2 സ്റ്റോറേജ് ആണ്. 5000 mAh ബാറ്ററി, 18 വാട്ട് ചാർജിങ്, IP53 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ എല്ലാം തന്നെ ഉണ്ട്. ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 6GB 128GB സ്റ്റോറേജ് ആണ്. ഇത് രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആണ്. 464 6/128 ആണ്. അപ്പോൾ അതൊരു ചേഞ്ച് ആണ്. കാരണം നമുക്കറിയാം Redmi 12 വന്നിരുന്നു വേറെ കുറച്ച് വേരിയൻസ് ആയിരുന്നു. എല്ലാത്തിലും 128GB ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 64GB ഉണ്ട് സ്റ്റോറേജ് വേരിയൻറ്റ്. ഇവിടെ 256GB സ്റ്റോറേജ് ഇല്ല എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം വരുന്നത് 128GB വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ബോക്സ് ഒന്ന് തുറക്കാം. നമ്മൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് പോക്കോൻ്റെ ഡിവൈസ് ആണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു കേസാണ്. ഇതുണ്ടല്ലേ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട് അതിൻ്റെ കൂടെ. അവിടെ നമുക്ക് എന്താ പറയുക ഹൈബ്രിഡ് സ്ലോട്ടാണ്. 2 നാനോ സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡ് ഇടാം. പിന്നെ സാർ വാല്യൂ 0.867 0.687 ആണ്. വളരെ കുറവാണ്. MIUI ഫോർ പോക്കോ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ ആ പോക്കോൻ്റെ ഒരു ട്രഡീഷണൽ കട്ട് ഉണ്ടല്ലോ അത് ഇതിനകത്തുണ്ട്. ബാക്കി മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ല ഒരു ഫിനിഷായിട്ട് എനിക്ക് തോന്നി. സ്റ്റാൻഡേർഡ് TPU കേസാണ്. കാര്യമായ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. സ്റ്റാൻഡേർഡായി നമുക്ക് വരുന്ന എല്ലാ ഡിവൈസിലും വരുന്ന TPU കേസ് തന്നെയാണ്. പിന്നെ USB Type C to Type A ചാർജിങ് പോർട്ടാണ്. പിന്നെ 22.5 വാട്ട് അഡാപ്റ്ററാണ്. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 18 വാട്ടേ ഉള്ളൂ. പക്ഷേ 22.5 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫോണൊന്ന് നമുക്ക് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഡിസൈൻ ലാംഗ്വേജ് ഏറെക്കുറെ Redmi 12 പോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിഷ് കളർ, അത് പോക്കോൻ്റെ ഒരു ട്രഡീഷണൽ കളറാണല്ലോ, അത് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ക്വയറിഷ് ലേ ഔട്ട് കാണാം. പോക്കോ എന്ന് എഴുതി കാണാം. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50+2 മെഗാപിക്സൽ ക്യാമറയാണ്. ഒരു ഡെപ്ത് സെൻസർ മാത്രമേ ഉള്ളൂ. LED ഫ്ലാഷ്. ഇവിടെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. ഈ ഫോറസ്റ്റ് ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ലൊരു സ്റ്റൈലിഷ് കളറാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ പ്ലസ് പവർ ബട്ടനാണ്. വോളിയം കീസ്. മോൾ ഭാഗത്ത് 3.5mm ഓഡിയോ ജാക്ക്, പവർ ബട്ടനാണ്. അതിനേപോലെ തന്നെ ഇവിടെ നമുക്ക് സിം ട്രേണ്, ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. താഴെ നമുക്ക് USB Type C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇവിടെ ഒരു മൈക്രോഫോണും കാണാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബൂട്ട് ചെയ്യാം. പക്ഷേ ഈ സൈഡ് പാനലൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ്. അതേപോലെ ബിൽഡ് ക്വാളിറ്റിയും വളരെ നല്ലതാണ്. അത് നമ്മൾ റെഡ്മീൻ്റെ അതേ ഡിവൈസിൽ കണ്ട പോലെ തന്നെ ഇവിടെയും വരുന്നത്. ആ ഗ്ലാസ് ഫിനിഷൊക്കെ തന്നെ നല്ല അതേപോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് IPS LCD പാനലാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്യാം. ഡീഫോൾട്ട് റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ കസ്റ്റം 90 Hz അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല സ്മൂത്തർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് നല്ല കളേഴ്സാണ്. അത്യാവശ്യം നല്ല വിവിഡ് ഡിസ്പ്ലേ ആണ്. ഒരു 10 to 13,000 രൂപേൻ്റെ ഇടയിലൊക്കെ വരുന്നത് ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസ് ആണ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക 90 Hz ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നല്ല വിവിഡ് കളേഴ്സാണ്. പിന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്. നമുക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിലൊക്കെ തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് MIUI ആണ്. MIUI ഗ്ലോബൽ 14.0.2 MIUI ഫോർ പോക്കോ എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ്രോയിഡ് വേർഷൻ 13. ഡീറ്റെയിൽ സ്പെക്സ് 6+2GB റാം ആണ്. സ്നാപ്ഡ്രാഗൺ എന്താ പറയുക
4+ Gen 2 ചിപ്പാണ്. ഇൻഫാക്ട് സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്പാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് 13 വരുന്നുണ്ട്. പിന്നെ ബേസിക് UI എല്ലാം തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഷോമിയിലെ MIUI തന്നെ വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, തീം സപ്പോർട്ട് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിലും എല്ലാം തന്നെ വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇനി നമുക്ക് ബ്ലോട്ട്വെയർസിൻ്റെ സീൻ നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 4-5 ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഒരുപാട് ആപ്സ് ഗെയിംസൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്. കണ്ടില്ലേ, ഒരുപാട് ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എഗെയിൻ നോട്ട് ദ ക്ലീനസ്റ്റ് ഓഫ് UI എന്ന് പറയാം. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് കട്ട് ഡൗൺ ചെയ്യാനാണ്. ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സാണ്. അപ്പം വലിയ പ്രോബ്ലം ഇല്ല, എങ്കിലും അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്കിതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. പക്ഷേ കുറേ ആപ്സ് ഉണ്ട് കേട്ടോ, കുറേ ഗെയിംസ് ഇൻസ്റ്റാൾഡ് ആണ്. ക്രേസി ജ്യൂസർ, ഡസ്റ്റ് സെറ്റിൽ, അങ്ങനത്തെ കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സ്നേക്ക് ആയോ, വേർഡ് ടിപ്പ്, ഇങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതാണ് UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ആപ്പ് ഡ്രോവർ ഉണ്ട്, നമുക്കറിയാം ആപ്പ് ഡ്രോവർ MIUI for Poco എന്ന് പറഞ്ഞ ആപ്പ് ഡ്രോവറാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്ക് കോംപ്രമൈസസ് ഒന്നും തോന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല UI എക്സ്പീരിയൻസ് ആണ്, ഈ ബ്ലോട്ട്വെയർസ് ഒഴികെ. ഇനി നമുക്കിതിൻ്റെ പ്രോസസ്സറിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്പാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 നാനോമീറ്റർ പ്രോസസ്സിലുണ്ടാക്കിയ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 400 സീരീസ് അല്ലെങ്കിൽ 4 സീരീസ് ചിപ്പാണ്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു നല്ല പവർ എഫിഷ്യൻറ്റ് ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 4 നാനോമീറ്റർ ചിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും പവർ എഫിഷ്യൻ്റ് ആണ്. സാധാരണ 4 നാനോമീറ്റർ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലെ സ്നാപ്ഡ്രാഗൺ 8 സീരീസിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സ്റ്റെപ്പായിട്ട് പറയാം. കാരണം എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, ബാറ്ററി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ 4 GB റാമും 6 GB റാമും. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 GB റാം എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ 120 GB സ്റ്റോറേജും 64 GB സ്റ്റോറേജാണ്. അപ്പോൾ SD കാർഡ് ഇടാൻ പ്ലാനുള്ളവരാണെങ്കിൽ പ്രോബബ്ലി 128 എടുക്കുകയായിരിക്കും നല്ലത്. 64 വളരെ ബേസിക് സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജും പെർഫോമൻസ്. UFS 2.2 സ്റ്റോറേജാണ്. LPDDR4X റാമാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഡ്യുവൽ 5G സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ IR ബ്ലാസ്റ്ററുണ്ട്. 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറയിലോട്ട് വരാം. നമുക്കിവിടെ ഒരു 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ക്യാമറ സെറ്റപ്പാണ്. 50+2 അതൊരു ഡെപ്ത് സെൻസറാണ്. മാക്രോ ഇല്ല, അൾട്രാവൈഡും ഇല്ല. അപ്പോൾ വെറും ബേസിക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. നമുക്ക് ക്യാമറ UI നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് അതല്ലേ, ഫോട്ടോ മോഡ് കാണാം. ഇവിടെ മുകളിൽ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് HDR മോഡ് കാണാം. ഓട്ടോ HDR എനേബിൾ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ടൈം ബേസ്റ്റ്, ടിൽ ഷിഫ്റ്റ് അങ്ങനത്തെ ബേസിക് ഓപ്ഷൻസ് കാണാം. പോർട്രേറ്റ്, നൈറ്റ് മോഡ് ഉണ്ട്, 50 മെഗാപിക്സൽ മോഡ് ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 1080p 30 FPS മാക്സിമം ഉള്ളൂ. അത് കുറേയൊക്കെ പ്രോസസ്സറിൻ്റെ ലിമിറ്റേഷൻ കൂടിയാണ്. അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം പോക്കോ M6 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണെങ്കിൽ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ 18 watt ചാർജിംഗ് ഉണ്ട്. 18 watt ചാർജിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലി ഒരു 2 മണിക്കൂർ അടുത്ത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 1 hour 50 minutesോളം എടുക്കേണ്ടതാണ് ചാർജിങ്ങിനുള്ളത്. 22.5 watt ചാർജർ ഉണ്ടെങ്കിലും അത് 18 watt സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് നല്ലതായിരിക്കും, അതിലൊരു സംശയമില്ല. കാരണം 4 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M6 Proൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു ഷോമിൻ്റെ റെഡ്മി 12 5Gനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. കാരണം ഇത് ഡിഫറെൻറ്റ് വേരിയൻ്റ് ആണ്. 464 ഉണ്ട്, അവിടെ 4128 ആയിരുന്നു വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വില കുറയാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഒരു 10,500 ആയിരിക്കും എനിക്ക് തോന്നുന്നു. 10,500 അല്ലെങ്കിൽ ഒരു 10,000 റേഞ്ചിലാവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു പോക്ക് കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് പ്രൈസിങ് ചെയ്യാറ്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു പ്രൈസിങ് 10,500 എൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസിങ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. പ്രൈസിങ് കിട്ടിയ ഉടൻ തന്നെ ഞാൻ ടൈറ്റിലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M6 Proൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. പക്ഷേ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ എന്താ പറയുക മാർക്കറ്റ് ഷെയർ വന്നായിരുന്നു. അതായത് ഓരോ ബ്രാൻഡിൻ്റെയും ലേറ്റസ്റ്റ് ഇയർ ഓൺ ഇയർ, അതായത് കഴിഞ്ഞ വർഷം അപേക്ഷിച്ചുള്ള ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എത്രയാണെന്നുള്ളത് ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നായിരുന്നു. അതിൽ
പോക്കോ ആണ് ആക്ച്വലി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. 76.5% കഴിഞ്ഞ വർഷത്തേക്കാൾ ഇമ്പ്രൂവ് ചെയ്ത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു മാർക്കറ്റ് ഷെയർ പോക്കോന് വന്നിട്ടുണ്ട്. അറൗണ്ട് 5% ആണ് എൻ്റെ ഓർമ്മ, 5% ആണ് ഏതാണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷവും ഇറങ്ങിയ നല്ല കുറേ ഡിവൈസസ് ഉണ്ട്. പോക്കോൻ്റെ M സീരീസും F സീരീസും അതേപോലെ പോക്കോ X സീരീസ്, ഇതെല്ലാം തന്നെ നല്ലൊരു പെർഫോമിംഗ് ചിപ്പായിരുന്നു കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും. ഇപ്പോൾ പോക്കോ കഴിഞ്ഞ വർഷം 2.8% ആയിരുന്നു പോക്കോൻ്റെ മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ അത് 5% ആയിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല ഡിവൈസസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഷെയർ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് പോക്കോൻ്റെ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M6 Pro. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.